നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയാണ് കുവൈത്ത് കൈക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികളെ ആശ്രയിച്ച് നാട്ടിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് പണം അയച്ചു കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനുള്ള നിരോധനം നീണ്ടുപോകാൻ തുടങ്ങിയതോടെ കുവൈത്തിൽ ബിരുദമില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞവർക്ക് ബാങ്ക് ഇടപാടുകൾ മുടങ്ങുകയാണ്. ഇവർക്ക് നാട്ടിലുള്ള കുടുംബത്തിന് പണം അയക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. നാട്ടിലുള്ള തങ്ങളുടെ കുടുംബത്തിന് പണം അയക്കാൻ സാധിക്കാത്ത ധർമ്മസങ്കടത്തിലാണ് ഭൂരിഭാഗം പേരും. കുവൈറ്റ് നിയമപ്രകാരം ബാങ്കുകളിലും ഫോറിൻ എക്സ്ചേഞ്ചുകളിലും സാധുവായ സിവിൽ ID കാർഡ് ഇല്ലാതെ പണമിടപാട് നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. ID കാർഡുകൾ കാലഹരണപ്പെട്ടാൽ ബാങ്ക് ATM കാർഡുകൾ ഉപയോഗിക്കാനോ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താവിന് വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രവേശനം നേടാനോ നിക്ഷേപം പിൻവലിക്കാനോ മറ്റ് ബാങ്കിംഗ് ഇടപാട് നടത്താനോ കഴിയില്ല. അതേസമയം കുവൈത്തിൽ 60 വയസ്സ് കഴിഞ്ഞ ഹൈസ്കൂൾ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത പ്രവാസികളുടെ വിസ പുതുക്കുന്നത് നേരത്തെയുള്ള തീരുമാനപ്രകാരം നിർത്തിവെച്ചിരിക്കുകയാണ്. വിലക്ക് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബർ അവസാന വാരം ഫത്വ ലെജിസ്ലേറ്റീവ് സമിതി അസാധുവാക്കിയിരുന്നു. എന്നാൽ തീരുമാനം ഇതുവരെ നടപ്പായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇവർക്ക് മാനുഷിക പരിഗണന വെച്ച് റെസിഡൻസി പെർമിറ്റ് പുതുക്കി നൽകാൻ ആഭ്യന്തര മന്ത്രാലയം 5 ദിവസം മുമ്പ് തീരുമാനിച്ചിരുന്നു. ഈ വർഷം ആദ്യമായാണ് വിലക്ക് പ്രാബല്യത്തിൽ വന്നത്. ഇത് കാരണം കുവൈത്തിൽ ദീർഘകാലം താമസിച്ചിരുന്ന ആയിരക്കണക്കിന് പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിരോധനം നിലവിൽ വന്ന ആദ്യ 6 മാസത്തിൽ കുവൈത്തിലെ തൊഴിൽ വിപണിയിൽ നിന്ന് 4013 പ്രവാസികൾ അവരുടെ നാട്ടിലേക്ക് മടങ്ങാൻ ഇതോടെ നിർബന്ധിതരായി. കുവൈത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും വരുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമമായാണ് നിരോധനത്തെ കണക്കാക്കുന്നത്. രാജ്യത്തെ മൊത്തം ജനസംഖ്യ 46 ലക്ഷമാണ്. ഇതിൽ ഏകദേശം 34 ലക്ഷവും വിദേശികളാണ്. കൂടാതെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് ശമ്പളത്തിൽ 50 ദിനാറിൽ കൂടുതൽ വാർഷിക വർധനവ് അനുവദിക്കരുതെന്ന തീരുമാനവുമായി കുവൈറ്റ് പബ്ലിക് മാൻ പവർ അതോറിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ പുറത്തിറക്കി. 60 കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കി നൽകരുതെന്ന അതോറിറ്റിയുടെ തീരുമാനം ഫത്വ കമ്മിറ്റി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. വാർഷിക ഇൻക്രിമെന്റ് 50 ദിനാറിൽ കൂടരുതെന്ന തീരുമാനം വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. കുവൈത്തിലെ പൗരന്മാർക്ക് ഈ നിയമം ബാധകമല്ല എന്നതാണ് ഇത്തരമൊരു വിമർശനത്തിന് കാരണം. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് മാത്രമാണ് ശമ്പള വർധനവിന്റെ കാര്യത്തിൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.